നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ആ ബെൽ ഐക്കണിൽ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, ട്രൂ മാർക്കറ്റിംഗ് ഗൈഡ് സമ്മാനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് iQOOയുടെ ഭാഗത്തുമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ മൊബൈലിന്റെ വിശേഷമാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. iQOOയുടെ ഭാഗത്തുമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയ മൊബൈൽ ഫോണാണ് iQOO Z5 5G. ഫോണിന്റെ ഡിസ്പ്ലേയുടെ ഭാഗത്തുമാണെങ്കിൽ 6.67 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 120 നിറ്റ്സിന്റെ റിഫ്രഷ് റേറ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല HDR10ന്റെ സപ്പോർട്ടും കൂടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ ക്യാമറയുടെ ഭാഗത്തുമാണെങ്കിൽ പിറകിലായി 3 ക്യാമറ കൊടുത്തിട്ടുണ്ട്. 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, അതുപോലെ തന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ തന്നെ 2 മെഗാ പിക്സൽ മാക്രോ ലെൻസും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സൂപ്പർ നൈറ്റ് മോഡ്, അതുപോലെ തന്നെ ഡ്യുവൽ വീഡിയോ മോഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്ത് സെൽഫി ക്യാമറ വന്നിരിക്കുന്നത് 16 മെഗാ പിക്സലിലാണ്. അതും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ പെർഫോമൻസ് സൈഡിൽ നിന്ന് നോക്കിയാൽ സ്നാപ്ഡ്രാഗണിന്റെ 778 എന്ന ഈ വർഷത്തെ മികച്ച മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല 5G ചിപ്സെറ്റ് ആയതിനാൽ തന്നെ 2 ബാൻഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, N77 അതുപോലെ തന്നെ N78. ആൻഡ്രോയിഡ് ലെവലിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ മൊബൈൽ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ OS വന്നിരിക്കുന്നത് വിവോയുടെ സ്വന്തം OS ആയ ഫൺ ടച്ച് OS ആണ് കൊടുത്തിരിക്കുന്നത്. മൊബൈലിന്റെ റാം ടൈപ്പ് വന്നിരിക്കുന്നത് LPDDR5 എൻഹാൻസ്ഡ് എന്ന ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജ് വന്നിരിക്കുന്നത് UFS 3.1 ആണ്. നോർമലി ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റിന് കൊടുക്കാറുള്ള റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പും ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ വേരിയന്റ് റാം ഫീച്ചറും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സ്റ്റോറേജിൽ നിന്നും നമുക്ക് 4GB വരെ എടുത്ത് റാമായി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നോർമലി iQOO ഫോണിൽ കാണാവുന്ന കൂളിംഗ് സിസ്റ്റം കൂടി ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ഫീച്ചേഴ്സ് ആയ Wi-Fi 6, NFC, Wi-Fi കോളിംഗ്, OTG സപ്പോർട്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.2 ഇതിൽ കൊടുത്തിട്ടുണ്ട്. FM റേഡിയോ ഈ ഫോണിൽ ഇല്ല. ഫോണിന്റെ ബോഡി വന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് ടൈപ്പ് ആണ്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ വലതുവശം നോക്കിയാൽ പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സും കാണും. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടതുവശം നോക്കിയാൽ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. മുകൾ വശം നോക്കിയാൽ 3.5mm ഓഡിയോ ജാക്കറ്റും അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ മൈക്കും കാണാവുന്നതാണ്. താഴെ നോക്കിയാൽ സ്പീക്കർ ഗ്രിൽ, അതുപോലെ തന്നെ Type-C ചാർജർ സ്പോട്ട്, മൈക്ക് കാണാവുന്നതാണ്. മാത്രമല്ല സിം ട്രേ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. സിം കാർഡ് വന്നിരിക്കുന്നത് ഡ്യുവൽ നാനോ സിം ആണ്. അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് നമുക്ക് ഈ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഫോണിന്റെ ബാറ്ററിയുടെ ഭാഗമാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് ചാർജിങ്ങിനായി 48 വാട്ട് ഫാസ്റ്റ് ചാർജർ ഫോണിന്റെ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫോണിന്റെ വെയിറ്റ് വന്നിരിക്കുന്നത് 193 ഗ്രാം ആണ്. ഈ മൊബൈൽ 2 കളർ ലഭ്യമാണ്, ആർട്ടിക് ഡൗൺ അതുപോലെ തന്നെ മിസ്റ്റിക് സ്പേസ്. അതുപോലെ തന്നെ 2 വേരിയന്റ് ലഭ്യമാണ്, 8GB റാം 120GB സ്റ്റോറേജ്, അതുപോലെ തന്നെ 12GB റാം 256GB സ്റ്റോറേജ്. ഈ മൊബൈൽ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുന്നതിനാൽ തന്നെ 1500 രൂപയുടെ ഒരു ക്യാഷ് ബാക്കും കൂടി നമുക്ക് ഇതിൽ കൂടി ലഭിക്കുന്നു.